നമസ്കാരം. എല്ലാവർക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നുള്ളതിൽ അറിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, നമ്മൾ ഇന്ന് 3ാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ആദ്യം ഒരു ക്വസ്റ്റ്യൻ കണ്ടോളം തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുക, അത് ഏത് മോഡ്യൂളാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി, അതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഇതാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1972 വന്യജീവി സംരക്ഷണ നിയമം, 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് NTCA രൂപീകരിച്ചത്. അപ്പോൾ NTCA രൂപീകരിച്ച നിയമപ്രകാരമാണ്, 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ്. രണ്ടാമത്തത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നാണ് ഓപ്ഷനിലുള്ളത്. ശരിയാണോ നോക്കണം. 3, കടുവ സങ്കേതങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താൽപര്യം സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഈ ഒരു NTCയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. NTCA രൂപീകരിച്ചത് 2005-ലാണെങ്കിലും ഇത് നിലവിൽ വന്നത് 2006 സെപ്റ്റംബർ 4-നാണ് എന്നറിയണം. ഈ NTCAയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തു തന്നെയാണ്? കടുവ സങ്കേതങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എന്തുകൂടെ സംരക്ഷിക്കണം? ഉപജീവന താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ശരിയാണ്. അതുപോലെ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് NTCA രൂപീകരിച്ചിരിക്കുന്നത്. അതും ശരിയാണ്. ഇതിന്റെ ആൻസർ മാത്രം തെറ്റായതാണ്. കാരണം ഇത് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ അത് വനം, വന്യജീവി അല്ലെങ്കിൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്ന് ഓർമ്മിക്കണം. അധ്യക്ഷൻ പ്രധാനമന്ത്രി അല്ല. ഇത് ഓർമ്മിച്ചോളാം. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ 1ഉം 3ഉം ശരി, 2 മാത്രം തെറ്റപ്പെട്ട ഓപ്ഷൻ 2 ഓൺലി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. 2 ഓൺലി എന്നാണ് നമുക്ക് ആൻസർ. 2 ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണോ. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി ഏതാണ്? അത് ചീറ്റയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 1947 ആയപ്പോൾ ഇന്ത്യയിലുള്ള അവസാന ചീറ്റയും നശിച്ചുപോയി, അല്ലെ? അതിന് മരിച്ചുപോയി. അതിനുശേഷം 1952 ഇന്ത്യ എന്ത് ചെയ്തു? ആ ചീറ്റയെ വംശനാശം സംഭവിച്ച ജീവിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം നമ്മൾ 2022 70 വർഷങ്ങൾക്ക് ശേഷം ആഫ്റ്റർ 70 ലോങ് ഇയേഴ്സ് 70 വർഷങ്ങൾക്ക് ശേഷം നമീബിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചു. പാർപ്പിച്ചിരിക്കുന്ന ദേശീയോദ്യാനം കൂനോ ദേശീയോദ്യാനം മധ്യപ്രദേശ്. അതുപോലെ ഇനി 2025 കരാറായി കിടക്കുകയാണ്. അതായത് പുതിയ കടുവകളെ വാങ്ങാനായിട്ട് കരാറായി കിടക്കുന്ന രാജ്യം ബോട്സ്വാന എന്നറിയണം. ഏതാണ്? ബോട്സ്വാന എന്ന രാജ്യവുമായിട്ട് കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് 2025. അപ്പോൾ 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവിയാണ് ചീറ്റ എന്നറിയണം. അപ്പോൾ ചീറ്റയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 2025 ലോക വന്യജീവി ദിന പ്രമേയം എന്നാണ്. വന്യജീവി ദിനം മാർച്ച് 3. അതിന്റെ പ്രമേയം ഇത് തന്നെയാണ് ആൻസർ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നാണ് അതിന്റെ പ്രമേയം. ഇനി അതിന്റെ കുറച്ച് പ്രമേയങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം 2025 ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? 2025 ലോക പരിസ്ഥിതി ദിന പ്രമേയം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. എന്നാൽ കാലാവസ്ഥ ദിന പ്രമേയം എന്താണ്? ക്ലോസിംഗ് ദി ഇയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നാണ്. ഇതിന്റെ മലയാളം ഏത് രീതിയിൽ വേണമോ ചോദിക്കാം. അതുകൊണ്ടാണ് മലയാളം പറയാത്തത്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിൽ ഏത് രീതിയിലൊന്ന് ഓർക്കണം. ക്ലോസിംഗ് ദി ഇയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. അതുപോലെ ജലദിന പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ. അപ്പൊ 2025 ജലദിന പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ.
അതുപോലെ ലോക തണ്ണീർത്തട ദിന പ്രമേയം ചോദിച്ചാൽ പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ്. അപ്പൊ ലോക തണ്ണീർത്തട ദിന പ്രമേയം പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അതുപോലെ അന്താരാഷ്ട്ര വനദിന പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ലോക ജലദിന പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ. ലോക തണ്ണീർത്തട ദിന പ്രമേയം പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അന്താരാഷ്ട്ര വനദിന പ്രമേയങ്ങൾ അത് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. അതുപോലെ ലോക സമുദ്രദിന പ്രമേയങ്ങൾ ചോദിച്ചാൽ വണ്ടർ, sustaining what sustains us എന്നാണ് ലോക സമുദ്രദിന പ്രമേയം 2025. ലോക വന്യജീവി ദിന പ്രമേയം നമ്മൾ പറഞ്ഞു. വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്ന് പഠിച്ചു. ലോക ഭൗമദിന പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്ന് ഓർമ്മിക്കണം. അവർ പവർ അവർ പ്ലാനറ്റ്. അപ്പൊ ഇത് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രമേയങ്ങൾ എന്ന് ഓർക്കണം. ഒന്നുകൂടെ ഓർക്കുക. 2025 ലോക വന്യജീവി ദിന പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അതുപോലെ പരിസ്ഥിതി ദിന പ്രമേയം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. കാലാവസ്ഥ ക്ലോസിംഗ് ദി ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ജലദിന പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ തണ്ണീർത്തടം പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അന്താരാഷ്ട്ര വനദിനം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നറിയണം. സമുദ്രദിന പ്രമേയം വണ്ടർ, സസ്റ്റൈനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ്. വന്യജീവി ദിന പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അതുപോലെ അവർ പവർ അവർ പ്ലാനറ്റ് ആണ് ഭൗമദിന പ്രമേയങ്ങൾ എന്നറിയണം. അടുത്ത ക്വസ്റ്റ്യൻ, വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെടാത്ത വർഷം ഏത്? വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെടാത്ത വർഷം ഏതെന്നാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വന്യജീവി സംരക്ഷണ നിയമം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചു. ഇതിനകത്ത് 7 ചാപ്റ്ററുകളുണ്ട് എന്നറിയണം. എത്ര ചാപ്റ്റർ ഉണ്ട്? 7 ചാപ്റ്റർ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 7 അധ്യായമുണ്ട്. 6 ഷെഡ്യൂളുകളുണ്ട് എന്നറിയണം. 6 ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂളിന്റെ പറഞ്ഞ പേര് പട്ടിക എന്ന് പറയുന്നുണ്ട്. ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക. അപ്പൊ ഇതിനകത്ത് ഭേദഗതി എത്ര തവണ ചോദിച്ചാൽ 8 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ വർഷങ്ങളിൽ എന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നു വന്യജീവി സംരക്ഷണ നിയമം 1972. നോക്കൂ, രാജ്യത്തെ വന്യജീവികളുടെ അല്ലെങ്കിൽ സസ്യ ജന്തുജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ്, അപ്പോൾ ഈ രാജ്യത്തുള്ള ഈ വന്യജീവികളുടെ സസ്യ ജന്തുജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് 1972 വന്യജീവി സംരക്ഷണ നിയമം നടപ്പിലാക്കി. വന്യജീവി സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ 7 എന്നറിയണം. വന്യജീവി സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ 7 ആണ്. അതുപോലെ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയ വർഷങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇത്രയും വർഷങ്ങളിലാണ് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അത് 2022, 2006, 2002 ഉണ്ട്. 2022, 2006, 2002, പിന്നെ 93, 91 ഉണ്ട്, 86, 82 ഉണ്ട്, 76 ഉണ്ട്. ഈ 8 വർഷങ്ങളിലുമാണ് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനം ഭേദഗതി വരുത്തിയത് 2022 ആണെന്നറിയണം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെടാത്ത വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 87 ആണ് ആൻസർ. ബാക്കിയെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ്. ബാക്കി എല്ലാ വർഷങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയണം. ഓക്കെ അല്ലേ? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അതുപോലെ തന്നെ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ പഠിക്കുക. 1 മാർക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ: 1, രാജ്യത്തുടനീളം വനത്തെയും വന്യജീവിയെയും സംബന്ധിച്ചൊരു ഏകീകൃത നിയമനിർമ്മാണം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? രാജ്യത്തുടനീളം വനത്തെയും വന്യജീവിയെയും സംബന്ധിച്ച ഏകീകൃത നിയമനിർമ്മാണം. 2, സംരക്ഷിത പ്രദേശങ്ങളായ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ ശൃംഖല സൃഷ്ടിക്കൽ. അതുപോലെ വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത വ്യാപാരം നിയന്ത്രിക്കൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, രാജ്യത്തുടനീളം വനത്തെയും വന്യജീവിയെയും സംബന്ധിച്ചൊരു ഏകീകൃത നിയമനിർമ്മാണം ഉണ്ട്. 2, സംരക്ഷിത പ്രദേശങ്ങളായ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ ശൃംഖല സൃഷ്ടിക്കൽ. 3, വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത
അനധികൃത വ്യാപാരം നിയന്ത്രിക്കൽ. വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത വ്യാപാരം നിയന്ത്രിക്കൽ, ഇതൊക്കെയാണ് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മറക്കരുത്, 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലക്ഷ്യങ്ങൾ ഇത് മൂന്നും ഓർത്തോളൂ. ഇനി അടുത്തുണ്ട്. അതുപോലെ തന്നെ ക്ലിയർ ആണ്, ഈ 3 പോയിന്റും കിട്ടിയോ? ക്ലിയർ. അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. കേന്ദ്ര സർക്കാർ അറിയാതെ ഇതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ ഒരു സർക്കാരിനും അധികാരമില്ല എന്നുള്ള കാര്യം ഇവിടെ അറിയണം. ഇതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്ടോ, വന്യജീവി ശരിയായ പ്രസ്താവന എഴുതുക. നോക്കിയോ, വന്യജീവി സംരക്ഷണ നിയമം 72 പ്രകാരം വിവിധ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായി 6 ഷെഡ്യൂളുകൾക്ക് കീഴിൽ അവയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോ ഇതിന്റെ തന്നെ പ്രധാനപ്പെട്ട 6 ഷെഡ്യൂളുകൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്? ഓക്കെ, അപ്പോൾ ആദ്യം ഷെഡ്യൂൾ 1 നോക്കൂ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയത്. ഓക്കെ, ഫസ്റ്റ് കണ്ടോ, ശരിയായ പ്രസ്താവന എഴുതുക. 6 ഷെഡ്യൂൾ ഉണ്ടെന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഷെഡ്യൂൾ 1 പ്രകാരം സംരക്ഷണം ചെയ്യപ്പെടുന്ന ജീവികളിൽ ഇന്ത്യൻ കോബ്ര ഉൾപ്പെടുന്നു. 3, ഷെഡ്യൂൾ 3 പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളാണ് പുള്ളിമാൻ, ബ്ലഷീപ്പ്, കഴുതപ്പുലി, നീലക്കാള, സാമ്പാർ മാൻ തുടങ്ങിയവ 3ലും. 4, ഷെഡ്യൂൾ 4 പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങൾ നീലമരവാഴ, നെപ്പന്ത, സ്ലീപ്പർ ഓർക്കിഡ് തുടങ്ങിയവരാണ്. ഇതൊക്കെയാണ് ഈ 4 ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഷെഡ്യൂൾ ഉണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ഷെഡ്യൂളിൽ നിന്നൊരു മാർക്ക് നിങ്ങൾക്ക് വരും. 1, നിയമപ്രകാരമുള്ള ഷെഡ്യൂളുകൾ. വന്യജീവി സംരക്ഷണ നിയമം ശ്രദ്ധിച്ചു പഠിക്കണം. വന്യജീവി സംരക്ഷണ നിയമം 1972 വിവിധ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് എത്ര ഷെഡ്യൂളാണ്? 6 ഷെഡ്യൂളുകളാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 6 ഷെഡ്യൂൾ, 6 പട്ടിക. ഈ 6 ഷെഡ്യൂളുകളിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയും എന്ത് ചെയ്യാൻ പാടില്ല? വേട്ടയാടാനോ കൊല്ലാനോ വ്യാപാരം മുതലായവയിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളാണ് 1-ാം ഷെഡ്യൂളിൽ. അപ്പോൾ 1-ാം ഷെഡ്യൂളിലുള്ള ജീവികളുടെ പ്രത്യേകത, അതിനെ വേട്ടയാടാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, വ്യാപാരം മുതലായവയിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളാണ് ഇവ, അല്ലെ? അതുപോലെ ഈ ഷെഡ്യൂളിൽ പറയുന്ന മനുഷ്യജീവന് ഭീഷണി അല്ലെങ്കിൽ ഗുരുതര രോഗം ബാധിച്ചവയെ ഒഴിച്ചുള്ള ജീവിവർഗങ്ങളെ ഇന്ത്യയിലുടനീളം വേട്ടയാടുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? മനുഷ്യജീവന് ഭീഷണിയാകുന്നതൊഴികെ വേറെ ഒന്നിനെ എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഷെഡ്യൂൾ 1 പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ. അതിനു മുമ്പ് ഈ മനുഷ്യന് ഭീഷണിയാകുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഭീഷണിയാകാം? 1, മനുഷ്യ വന്യജീവി സംഘർഷം എന്ന രീതിയിൽ വരാം. മനുഷ്യന്റെ വിളകളെയും ജീവനെയും ഭീഷണിയാകുന്ന ജീവികൾ. 2, രോഗവാഹകരായിട്ടുള്ള ജീവികളായിരിക്കാം. രോഗവാഹകർ ഇവിടെ വരില്ല, അത് നമുക്ക് 5-ാമത്തെ ഷെഡ്യൂളിൽ. ഇപ്പൊ ഇവിടെ പറയുന്നത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളും അല്ലെങ്കിൽ ദയാവധം, ഈ 2 രീതിയിൽ മാത്രമേ ജീവികളെ കൊല്ലാൻ പാടുള്ളൂ. ഈ ഷെഡ്യൂൾ 1-ലുള്ള ജീവികളെ കൊല്ലണമെങ്കിൽ ഒന്നുകിൽ മനുഷ്യന് ശല്യം ഉണ്ടാകുന്ന ജീവന് ഭീഷണി ഉണ്ടാകണം, അല്ലെങ്കിൽ ഗുരുതര രോഗം ബാധിച്ചവയാകണം. അവയാണെങ്കിൽ നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ഉദ്യോഗസ്ഥന്റെ അനുമതി പ്രകാരം എന്ത് ചെയ്യാം? കൊല്ലാം. അല്ലാതെ ഒരു കാരണവശാലും ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെട്ട ജീവിയെ കൊല്ലരുത്. ഷെഡ്യൂൾ 1 ഉൾപ്പെട്ട ജീവികളെ നമുക്കൊന്ന് നോക്കാം. അതില് ആൻഡമാൻ വൈൽഡ് പിഗ് എന്നൊരു ജീവിയുണ്ട്, ഇന്ത്യൻ ഗൗർ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ബഗ്, ഹിമാലയൻ ബ്രൗൺ ബെയർ, ചീറ്റ വരുന്നുണ്ട്. ചീറ്റ നമുക്കിവിടെ അറിയാവുന്ന ജീവി ചീറ്റ, ഇന്ത്യൻ ഗസൽ, ഡെസേർട്ട് ക്യാറ്റ്, ഡെസേർട്ട് ഫോക്സ്, ഹിമാലയൻ താറ്, ഇന്ത്യൻ എലിഫന്റ് അവിടെ വരുന്നു. അപ്പൊ എലിഫന്റ് ഏതിൽ വരുന്നു? അത് 1-ൽ വരുന്നു. ഇന്ത്യൻ ലയൺ ഏതിൽ വരുന്നു? അതാ ഇവിടെ വരുന്നു. കാശ്മീർ സ്റ്റാഗ്, അപ്പൊ ഇന്ത്യൻ എലിഫന്റ്, ഇന്ത്യൻ ലയൺ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നു. ചീറ്റ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ വൂൾഫ് വരുന്നുണ്ട്, ഇന്ത്യൻ വൈൽഡ് ആസ് വരുന്നുണ്ട്, ലീഫ് മങ്കി വരുന്നുണ്ട്, ലെപ്പേർഡ് വരുന്നുണ്ട്, ലെപ്പേർഡ് ക്യാറ്റ്, ലയൺ ടൈൽഡ് മക്കാക്ക, സിംഹവാളൻ കുരങ്ങ്, ഗോൾഡൻ ലംഗൂർ, സ്വാം ഡീർ, ഫിഷിംഗ് കാറ്റ്, മലബാർ സിവറ്റ്, ഇതാ 1, 2, 3 പ്രധാനപ്പെട്ടത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, രാജസ്ഥാന്റെ ദേശീയ പക്ഷിയാണ്, സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അതുപോലെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. തുടങ്ങിയ പക്ഷികൾ ഇതിനകത്ത് വരുന്നു. ഇന്ത്യൻ ബൈസൺ ഉൾപ്പെടെ അതിനകത്ത് വരികയാണ്. ഗംഗാറ്റിക് ഡോൾഫിൻ, ജലജീവി, റെഡ് പാണ്ട, നീലഗിരി താർ, വരയാട്, ടൈഗർ, ഇവയെല്ലാം 1-ാമത്തെ ഷെഡ്യൂളിലാണ് കുട്ടികളെ. 1-ാമത്തെ ഷെഡ്യൂളിലാണ്. നിങ്ങൾ നല്ലവണ്ണം നോക്കിയാൽ ആ മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 1-ാമത്തെ ഷെഡ്യൂളിൽ വരുന്ന ജീവികളുടെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കണം. ഷെഡ്യൂൾ 1 പ്രകാരം നൽകിയിട്ടുള്ള ജീവികളാണ് ആൻഡമാൻ വൈൽഡ് പിഗ് മുതൽ നമുക്കറിയാവുന്ന എല്ലാ ജീവികളും. ചിലപ്പോൾ ചോദിക്കാം ഇത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നൊക്കെ.
2, ഈ ലിസ്റ്റിലുള്ള മൃഗങ്ങൾക്കും അവയുടെ വ്യാപാരത്തിനുള്ള നിരോധനം ഉൾപ്പെടെയുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേതിലും എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപാരം നിരോധിച്ചിട്ടുണ്ട്, വേട്ടയാടൽ നിരോധിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ 2 പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളാണ് ബംഗാൾ ഹനുമാൻ ലങ്കൂർ, ഹിമാലയൻ കറുത്ത കരടി, ഹിമാലയൻ ന്യൂട്ട് അല്ലെങ്കിൽ സലാമാണ്ടർ, അതുപോലെ കുറുനരി, പറക്കുന്ന അണ്ണാൻ, ഭീമൻ അണ്ണാൻ, സ്പേം വൈൽ, ഇന്ത്യൻ കോബ്ര. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇന്ത്യൻ കോബ്ര വരുന്നത് 2ലാണെന്ന് അറിയണം. കിങ് കോബ്ര, ആസാമീസ് മക്കാക്ക്, ഹിമാലയൻ ബ്ലാക്ക്. അപ്പൊ ഈ ജീവികളുടെ പേര് നമുക്ക് കിട്ടില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ കോബ്ര 2ലാണ് വരുന്നതെന്ന് നിങ്ങൾ അറിയണം. ഇനി 3ലും 4ലും വംശനാശ ഭീഷണി നേരിടാത്ത ജീവിവർഗങ്ങളാണ് ഷെഡ്യൂൾ 3ലും 4ലും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവയെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ശിക്ഷ ആദ്യ 2 ഷെഡ്യൂളിലുള്ളതിനേക്കാൾ കുറവാണ്. അപ്പൊ ആദ്യത്തെ 2 ഷെഡ്യൂളിലുള്ളതിനേക്കാൾ ലംഘനത്തിനേക്കാൾ എന്താണ് കുറവാണ് ഇവിടുത്തെ ശിക്ഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഷെഡ്യൂൾ 3 പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികളാണ് സ്പോഞ്ചുകൾ വരുന്നുണ്ട്, ബ്ലഡ് ഷീപ്പ്, കഴുതപ്പുലി, സാമ്പർമാൻ, ചിതല്, നീലഗൈ, ഹൈന. സ്പോഞ്ച്, ബ്ലഡ് ഷീപ്പ്, കഴുതപ്പുലി, സാമ്പർമാൻ, ചിതല്, നീലഗൈ, ഹൈന തുടങ്ങിയവ. അതുപോലെ ഷെഡ്യൂൾ 4 പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഹെയർ, കിങ് ഫിഷർ, ഫാൽക്കൺ, ഹോഴ്സ് ഷൂ ക്രാബ്, ഫ്ലെമിംഗോ, ഹോഴ്സ് ഷൂ ക്രാബ് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് 4. ഇതൊന്നും കാണാനൊന്നും നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ ഇവിടെ 4 തരത്തിലുള്ളത് നമ്മൾ പഠിച്ചു. 5ാമത്തത് പിന്നെ പഠിക്കാം. ആദ്യം നമ്മൾ 4 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണല്ലോ. അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഷെഡ്യൂൾ 1 പ്രകാരം സംരക്ഷണം നൽകിയിട്ടുള്ള ജീവികൾ ഇന്ത്യൻ കോബ്ര ഉൾപ്പെടുന്നോ? ഇല്ല, കോബ്ര 2ലാണ്. ഷെഡ്യൂൾ 3 നൽകിയിട്ടുള്ള ജീവികൾ പുള്ളിമാന്, ബ്ലഡ് ഷീപ്പ്, കഴുതപ്പുലി, നീലക്കാളയൊക്കെ വരുന്നുണ്ടോ? സാമ്പർമാനൊക്കെ വരുന്നുണ്ടോ നോക്കണം. അല്ലെ 3ാമത്തെ ഷെഡ്യൂളിൽ നോക്കണ്ടേ? നമുക്ക് നോക്കിയിട്ട് വരണം. സാമ്പർമാനൊക്കെ ഉണ്ടോ നോക്കണ്ടേ? സാമ്പർമാനുണ്ട്, കഴുതപ്പുലി ഉണ്ട്, ബ്ലഡ് ഷീപ്പ് ഉണ്ട്. ശരി. അപ്പൊ 3ാമത്തത് ശരിയാണ്. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയെന്ന് നമുക്ക് എഴുതാം. അല്ലെ, നിങ്ങൾ കണ്ടിട്ട് ശരിയെന്ന് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ആ ഉത്തരം ശരിയായിട്ട് എഴുതാം. ഓക്കെ. ഇനി 4ൽ പരാമർശിക്കുന്ന ജീവി അല്ല, 4ലല്ല 6ൽ പരാമർശിക്കുന്ന സസ്യങ്ങൾ നീല, മരവാഴ, നെപ്പന്ത, സ്ലിപ്പർ, ഓർക്കിഡ്. പഠിച്ചില്ല എങ്കിലും അത് ശരിയാണ്. കാരണം സസ്യങ്ങളെ പറ്റി പറഞ്ഞ ഷെഡ്യൂൾ 6ലാണെന്ന് അറിയണം. കാരണം ഈ സസ്യങ്ങളെ വളർത്തണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 6, 3ഉം 4ഉം ശരിയാണ് അല്ലെ? 3ഉം 4ഉം ശരി. 1 ശരിയാണോ? 1ഉം ശരിയാണ്. അപ്പൊ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ള ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇതാ അടക്കുന്ന ഓപ്ഷൻ എ. 1, 3, 4 ശരിയാണ്. മനസ്സിലാക്കിക്കൊള്ളണം. കണ്ടന്റ് പഠിക്കാതെ നേരെ ഓപ്ഷനിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകരുത്, കിട്ടില്ല. ഓക്കെ. ഇനി 5 നോക്കൂ. 5 ഇവ രോഗവാഹകരായിട്ടുള്ള ജീവികളാണ് 5ൽ വരുന്നത്. ഇവ രോഗവാഹകരും സസ്യങ്ങളും ഭക്ഷണവും നശിപ്പിക്കുന്നതുമായ ചെറിയ വന്യജീവികളാണ്. കീടങ്ങളായി കണക്കാക്കുന്ന മൃഗങ്ങളാണ് ഈ ഷെഡ്യൂൾ 5ൽ വരുന്നത്. ഇവയെ വേട്ടയാടാവുന്നതാണ്. ഇവയെ എന്ത് ചെയ്യാം? വേട്ടയാടാവുന്നതാണ്. അപ്പൊ ഷെഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ ഇവ രോഗവാഹകരും സസ്യങ്ങളും ഭക്ഷണവും നശിപ്പിക്കുന്നതുമായ ചെറിയ വന്യജീവികളാണ്. കീടങ്ങളായി കണക്കാക്കുന്ന മൃഗങ്ങളാണ് ഈ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടത്. ഇവയെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ വേട്ടയാടാവുന്നതാണ്. ഷെഡ്യൂൾ 5ൽ അടങ്ങിയിരിക്കുന്ന 4 ജീവികളാണ് സാധാരണ കാക്ക, പഴം, വവ്വാലുകൾ, എലി, മൈസ് ഒക്കെ ഷെഡ്യൂൾ 5ൽ അടങ്ങിയിരിക്കുന്നതാണെന്ന് അറിയണം. ഷെഡ്യൂൾ 6 ഒരു നിർദ്ദിഷ്ട സസ്യത്തിന്റെ കൃഷിയെ നിയന്ത്രിക്കുകയും അവ കൈവശം വയ്ക്കുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഷെഡ്യൂൾ 6ൽ പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 6ൽ പറയുന്നത് ഒരു നിർദ്ദിഷ്ട സസ്യത്തിന്റെ കാര്യമാണ്. അപ്പോൾ ഒരു നിർദ്ദിഷ്ട സസ്യത്തിന്റെ കൃഷിയെ നിയന്ത്രിക്കുകയും അവ കൈവശം വയ്ക്കുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ബന്ധപ്പെട്ട അധികാരികളുടെ മുൻ അനുമതി അല്ലെങ്കിൽ ലൈസൻസോടെ മാത്രമേ നിർദ്ദിഷ്ട സസ്യങ്ങളുടെ കൃഷിയും വ്യാപാരവും നടത്താൻ കഴിയൂ. ബന്ധപ്പെട്ട അധികാരികളുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ നിർദ്ദിഷ്ട സസ്യങ്ങളുടെ കൃഷിയും വ്യാപാരവും നടത്താൻ കഴിയൂ എന്നറിയണം. ഇതാണ് ഷെഡ്യൂൾ 6ൽ വരുന്നത്. ലൈസൻസുമായി ബന്ധപ്പെട്ട സസ്യങ്ങൾ അതിൽ വരുന്നതാണ് ബെഡ് ഡോം സൈക്കാഡ്, ബ്ലൂ വാണ്ട, ചുവന്ന വാണ്ട കൂത്ത്, സ്ലീപ്പർ ഓർക്കിഡുകൾ, നീല മരവാഴ, പിച്ചർ പ്ലാന്റ്, ചുവന്ന മരവാഴയൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡ്, മരവാഴ ഒക്കെ വരുന്നത് ഷെഡ്യൂൾ 6ലാണ് നിങ്ങൾ അറിയണം. ഓർക്കിഡ്, മരവാഴയൊക്കെ അറിയുന്നത് ഷെഡ്യൂൾ 6ലാണ് നിങ്ങൾ അറിയുക.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഷെഡ്യൂൾ പഠിച്ചു. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 6 ഷെഡ്യൂൾ ഉണ്ട്. മനസ്സിലാക്കിക്കൊള്ളൂ. അടുത്ത താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. അതിൽ ആദ്യത്തെ പ്രസ്താവന 2020 ഓഗസ്റ്റ് 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രോജക്റ്റ് ലയൺ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നു. ഹാത്തി മേരെ സാത്തി ആരംഭിച്ച വർഷം 2011 മെയ് 20 എന്ന് പറയുന്നുണ്ട്. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 92-ലും പ്രോജക്റ്റ് സ്നോ ലെപ്പേർഡ് 98-ലും എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നേരെ ഏതിലോട്ട് പോകും. ഇതിനകത്ത് ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആണ് 3. അപ്പോൾ 3 മാത്രം ശരി എന്നാണ്. ഒരു ഓപ്ഷനിലേക്ക് പോവാം. 3 മാത്രം ശരി. അപ്പോൾ 1, 2, 4 തെറ്റ് എന്നല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2, 4 തെറ്റ്. ഇതെങ്ങനെ തെറ്റായി? ഇതെങ്ങനെ ബാക്കിയുള്ളതെല്ലാം തെറ്റ്? ഇതിൽ പ്രോജക്റ്റ് എലിഫന്റ് നമുക്ക് കണ്ടിട്ടുണ്ട്. പ്രോജക്റ്റ് എലിഫന്റ് അത് മാത്രമാണ് ഇതിനകത്ത് ശരി എന്ന് പറയുന്നത്. 1992 പ്രോജക്റ്റ് എലിഫന്റ് മാത്രമാണ് ശരി. ബാക്കി 3 തെറ്റാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, പ്രോജക്റ്റ് എലിഫന്റ് ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി. അപ്പോൾ ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഏത്? പ്രോജക്റ്റ് എലിഫന്റ്. ഈ പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം എപ്പോഴാണ്? 92 ഫെബ്രുവരിയിലാണെന്ന് പറയുന്നത്. 92 ഫെബ്രുവരിയിൽ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും എന്ത് വരുന്നു? ആനകൾ കണ്ടുവരുന്നു. ഇനി പ്രോജക്റ്റ് എലിഫന്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയമാണ് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. പ്രോജക്റ്റ് എലിഫന്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയമാണ് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച 2010-ലാണ്. ലോക ഗജദിനം ഓഗസ്റ്റ് 12-നുമാണെന്ന് അറിയണം. അപ്പോൾ പ്രോജക്റ്റ് എലിഫന്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയം കേന്ദ്ര വനം, പരിസ്ഥിതി മന്ത്രാലയം തന്നെയാണ്. ഗജദിനം ഓഗസ്റ്റ് 12. ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ കാപ്പുകാടാണ്. ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടക. അപ്പോ ആന പുനരധിവാസ കേന്ദ്രം അത് കോട്ടൂറാണ്. എങ്കിൽ ആന ഉദ്യാനം, കാട്ടാന ഉദ്യാനം ചോദിച്ചാൽ അത് ആനയിറങ്ങൽ ചിന്നക്കനാൽ എന്ന് പഠിക്കണം കേട്ടോ. ആനയിറങ്ങൽ ചിന്നക്കനാൽ എന്നറിയണം. ഇതാണ് ഉദ്യാനം. അതുപോലെ മ്യൂസിയം, ആനയുടെ അസ്ഥി സൂക്ഷിച്ചിരുന്ന മ്യൂസിയം ഗവി മ്യൂസിയമാണ്. ഗവി മ്യൂസിയം. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ പറയുന്ന കോടനാടും കോന്നിയും കോടനാടും ആന പരിശീലന കേന്ദ്രങ്ങളാണ്. കോന്നിയും കോടനാടും. ഓക്കെ. നിലവിൽ ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ 33 ആണെന്ന് അറിയണം. 33 അതുപോലെ ആനകൾക്ക് വേണ്ടി ആശുപത്രി നിലവിൽ വരുന്നത് മധുരയാണ്, ഉത്തർപ്രദേശ്. കേരളത്തിലെ ആന സങ്കേതങ്ങളിൽ നിലമ്പൂരുണ്ട്, ആനമുടിയുണ്ട്, പെരിയാറുണ്ട്, വയനാടുണ്ട്. 4 ആന സങ്കേതങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ, ആനമുടി, പെരിയാർ, വയനാട്. ആനകളുടെ ക്ഷേമത്തിനും ഇന്ത്യയിലെ ആനകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഒരു ക്യാമ്പയിനാണ് ഹാത്തി മേരെ സാത്തി. നല്ല ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആനകളുടെ ക്ഷേമത്തിനും ഇന്ത്യയിലെ ആനകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ക്യാമ്പയിനാണ് ഹാത്തി മേരെ സാത്തി. ഹാത്തി മേരെ സാത്തി ആരംഭിച്ച വർഷം 2011 മെയ് 24. 2011 മെയ് 24 ഓപ്ഷൻ 20 ഉണ്ടായിരുന്നത്. അത് തെറ്റാണ്. 24. ഇനി ഇവിടെ എലിഫന്റ് 8 എന്നൊരു പ്രോഗ്രാമിൽ എലിഫന്റ് 8, അതായത് ഈ മന്ത്രിതല യോഗം 8 രാജ്യങ്ങൾ ചേർന്നാണ് എലിഫന്റ് 8. അതിൽ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നു? ഇന്ത്യ ഉൾപ്പെടെ. ഇന്ത്യ ഉണ്ട്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ടാൻസാനിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബോട്സ്വാന, കെനിയ, ശ്രീലങ്ക. അങ്ങനെ 8 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇതിന്റെ മന്ത്രിതല യോഗത്തിന്റെ ഭാഗം എന്നറിയണം. ഓക്കെ. അതുപോലെ നിങ്ങൾ അറിയണം. അപ്പൊ ഇത് നമ്മൾ ആനകളുടെ മാത്രം പഠിച്ചു. അപ്പൊ പ്രോജക്റ്റ് എലിഫന്റ് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 92. ഹാത്തി മേരെ സാത്തി ചോദിച്ചാൽ അത് എന്നാണെന്ന് പഠിച്ചു നമ്മൾ? മെയ് 24 എന്ന് പഠിച്ചു. 2011 മെയ് 24. 2 ക്വസ്റ്റ്യൻ ആൻസർ നമുക്കായി. ഇനി അടുത്ത പ്രോജക്റ്റ് ഗിയർ ലൈൻ. കുറച്ച് പ്രോജക്ട്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോജക്റ്റ് ഗിയർ ലൈൻ. ഏഷ്യാറ്റിക് സിംഹത്തിന് അല്ലെങ്കിൽ പാന്തറ ലിയോ എന്ന് പറയും കാട്ടിലെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനുള്ള ഇന്ത്യൻ ഗവൺമെന്റ് സംരംഭമാണ് പ്രോജക്റ്റ് ഗിയർ ലൈൻ. അപ്പൊ ഏഷ്യാറ്റിക് സിംഹത്തിന് കാട്ടിലെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംരംഭമാണ് പ്രോജക്റ്റ് ഗിയർ ലൈൻ.
2020 ഓഗസ്റ്റ് 15, ആ ഡേറ്റ് നോക്കണം. 2020 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രോജക്റ്റ് ലൈൻ ഉദ്ഘാടനം ചെയ്തത്. പ്രോജക്റ്റ് ലൈൻ ഓഗസ്റ്റ് 15. ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് മേഖലയിലാണ് ഏഷ്യൻ സിംഹം കാണപ്പെടുന്നത്. ഇപ്പോൾ ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് മേഖലയിലാണ് ഏഷ്യൻ സിംഹം കാണപ്പെടുന്നത്. അതുപോലെ മധ്യപ്രദേശിലെ കൂനോ വന്യജീവി സങ്കേതത്തിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലെ ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് മേഖലയിലാണ് ഏഷ്യൻ സിംഹം കാണപ്പെടുന്നത്. 2, മധ്യപ്രദേശിലെ കൂനോ വന്യജീവി സങ്കേതത്തിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. 3, കൂനോ വന്യജീവി സങ്കേതത്തിന് പുറമെ 6 പുതിയ സ്ഥലങ്ങൾ പ്രോജക്റ്റ് ലൈനിന് കീഴിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൂനോ വന്യജീവി സങ്കേതത്തിന് പുറമെ 6 പുതിയ സ്ഥലങ്ങളും പ്രോജക്റ്റ് ലൈനിന് കീഴിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നറിയണം. അപ്പൊ ഇതൊക്കെ പ്രോജക്റ്റ് ലൈനാണ്. ഇനി പ്രോജക്റ്റ് സ്നോ ലെപ്പേർഡ് എന്ന് പറയണം. സ്നോ ലെപ്പേർഡ് ഹിമപ്പുലികളുടെ ആവാസ സംരക്ഷണവും വംശവ്യാപനവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സ്നോ ലെപ്പേർഡ് എന്നറിയണം. ഇത് ആരംഭിച്ച വർഷം 2009 ജനുവരിയിലാണെന്ന് അറിയണം. പ്രോജക്റ്റ് സ്നോ ലെപ്പേർഡ് ഏത് വർഷമാണ്? 2009 ജനുവരി. മധ്യ ഏഷ്യൻ പർവ്വതനിരകൾ, ഹിമാലയം, റഷ്യയിലെ അൽത്തായ് പർവ്വതനിരകൾ എന്നിവിടങ്ങളിൽ ലോകത്തിൽ അവശേഷിക്കുന്ന 7500ഓളം ഹിമപ്പുലികൾ കാണപ്പെടുന്നു. അതൊന്നും പ്രധാനമല്ല, വർഷമാണ് നമുക്ക് വേണ്ടത് 2009. ഇനി പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം 2013 ജൂൺ 5. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് അശോക് ഗെഹ്ലോട്ട്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിനെ കുറിച്ചാണ് ആദ്യം ഓർക്കാനുള്ളത്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് അശോക് ഗെഹ്ലോട്ടാണ്. രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷി ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് തന്നെയാണ്. രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങൾ അവിടെ നോക്കി അല്ലെ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വരെ നോക്കി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം അല്ലെ. ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. നോക്കാം. 2020 ഓഗസ്റ്റ് 14 ലയൺ സഫാരി. ലയൺ പ്രോജക്റ്റ് ലയൺ എന്നാണ്. ഓഗസ്റ്റ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? 15 അല്ലെ. പ്രോജക്റ്റ് ലയൺ ഗിർ ലയൺ ഇതാണ് ഡേറ്റ് ഇവിടെ കണ്ടോ, ഓഗസ്റ്റ് 15. അപ്പൊ അത് ശരിയായി അല്ലെ. അത് അവിടെ തെറ്റാണ്, ഇവിടെ ശരി. അടുത്തത് ഹാത്തി മേരെ സാത്തി നമ്മൾ പറഞ്ഞു മെയ് 24 അപ്പൊ ഇതും തെറ്റാണ്. പ്രോജക്ട് സ്നോ ലെപ്പേർഡ് 2009 പഠിച്ചു. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ 3 മാത്രമേ ശരിയുള്ളൂ, ബാക്കി എല്ലാം തെറ്റാണ്. 3 മാത്രം ശരി, 1, 2, 4 തെറ്റ്. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? സ്പീഡിൽ പഠിച്ചോണം, മാക്സിമം കണ്ടന്റ് കവർ ചെയ്ത് പോകണം. അപ്പൊ കുറെ പ്രോജക്റ്റ് പഠിച്ചു, അല്ലെങ്കിൽ ലയൺ പഠിച്ചു, ടൈഗർ പഠിച്ചു, സ്നോ ലെപ്പേർഡ് പഠിച്ചു, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വരെ പഠിച്ചു. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ഹോൺബിൽ ഒക്കെ ഏതിലാണ്? നിങ്ങൾ തന്നെ പറയും ആൻസർ. ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജീവികളെല്ലാം ഷെഡ്യൂൾ 1 വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും. സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, പോയിന്റ് വൈവിധ്യം. അപ്പോ സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യത്തെ നമുക്ക് എന്ത് പറയാം? പോയിന്റ് വൈവിധ്യമെങ്കിൽ ദ്വീപ് പോലുള്ള വലിയ പ്രദേശത്തെ വൈവിധ്യത്തെ എന്തെന്ന് പറയാം? അപ്പോൾ സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യത്തെ പോയിന്റ് വൈവിധ്യമെങ്കിൽ ദ്വീപ് പോലുള്ള വലിയ പ്രദേശത്തെ വൈവിധ്യത്തെ നമുക്ക് എന്ത് എന്ന് പറയാം? അപ്പൊ അവിടെ നമുക്ക് ആ വൈവിധ്യം ആദ്യം നോക്കാം. നിങ്ങൾ ആദ്യം അറിയേണ്ടത് ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിയും അതിന്റെ ആവാസ വ്യവസ്ഥയും കൂടെ, അതിന്റെ വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥയും, കാരണം ജൈവ വൈവിധ്യം, ബയോ പ്ലസ് ഡൈവേഴ്സിറ്റി. അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ 3 തരത്തിൽ ജൈവ വൈവിധ്യത്തെ 3ആയിട്ട് തരംതിരിക്കാം. 1 ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജനിതക വൈവിധ്യം. 2 എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസുകൾക്കിടയിലുള്ള വൈവിധ്യം. 3 ചോദിച്ചാൽ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നാണ് 3ാമത്തേത് പറയുന്നത്. അപ്പൊ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെന്താണ്? ഇതിൽ ആദ്യം ജനറ്റിക് ഡൈവേഴ്സിറ്റി. നമുക്ക് ജീവിയുടെ ജനിതകപരമായ ക്രമീകരണത്തിലെ വൈവിധ്യം. എങ്കിൽ എന്താണ് സ്പീഷീസ് വൈവിധ്യം എന്ന് ചോദിച്ചാൽ എന്താണ്? സ്പീഷീസുകൾക്കിടയിലെ വൈവിധ്യം. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു പോയിന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നു. 2ാമത്തതിന് നമുക്ക് ആൽഫ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. 3ാമത്തത് നമുക്ക് ബീറ്റ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. 4ാമത്തത് നമുക്ക് ഗാമ ഡൈവേഴ്സിറ്റി എന്ന് പറയാം.
അഞ്ചാമത്തത് എപ്സലോൺ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അങ്ങനെ ഡൈവേഴ്സിറ്റികൾ നമ്മൾ 5 തരംതിരിച്ചു. സ്പീഷീസിനെ പോയിന്റ്, ആൽഫ, ബീറ്റ, ഗാമ, എപ്സലോൺ. അതിൽ പോയിന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, മൈക്രോ ഹാബിറ്റേറ്റ്. ആൽഫ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സ്ഥലത്തെ വൈവിധ്യം, ഒരു പ്രദേശത്തെ വൈവിധ്യമാണ് ആൽഫ വൈവിധ്യം. ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ വൈവിധ്യവും അവിടുത്തെ പ്രാദേശിക വൈവിധ്യവും തമ്മിലുള്ള അനുപാതം. അവിടെ റേഷ്യോ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ലാതെ ബീറ്റ എഴുതിക്കൊള്ളണം. അതുപോലെ ഗാമ വൈവിധ്യം ചോദിച്ചാൽ, ഗാമ എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ ആൻസർ. ഗാമ വൈവിധ്യമാണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് നിങ്ങൾ അറിയണം. ഗാമ വൈവിധ്യമാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. അതായത് ഇതാണ് ദ്വീപ് പോലുള്ള വലിയ പ്രദേശത്തെ വൈവിധ്യമാണ് ഗാമ വൈവിധ്യം. ദ്വീപ് പോലുള്ള വലിയ പ്രദേശമാണ് ഗാമ. എങ്കിൽ ഈ പറഞ്ഞ ഗാമയുടെ ആകെ തുകയെ പറഞ്ഞ പേരാണ് എപ്സലോൺ വൈവിധ്യം എന്ന് പറയുന്നത്. ഗാമയുടെ ആകെ ടോട്ടലിനെ എപ്സലോൺ വൈവിധ്യം എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് പോയിന്റ് ഡൈവേഴ്സിറ്റി സൂക്ഷ്മം, ആൽഫ ഒരു പ്രദേശം, ബീറ്റ അതിന്റെ റേഷ്യോ, ഗാമ ദ്വീപ്, ഡി ദ്വീപിന്റെ ടോട്ടൽ എന്നറിയപ്പെടുന്നു. ഇതാണ് വൈവിധ്യങ്ങളുടെ കാര്യം അവിടെ നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരിസ്ഥിതികൾ തമ്മിലുള്ള വൈവിധ്യമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്. ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ ടോപ്പിക്കാണ്, ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ഏതാണ്? ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഹെൽസിംഗി കൺവെൻഷൻ ആണോ, റോട്ടർഡാം കൺവെൻഷൻ ആണോ, നഗോയ കൺവെൻഷൻ ആണോ, ബേസൽ കൺവെൻഷൻ ആണോ? ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ആണ്. ഹെൽസിംഗി ആണോ, റോട്ടർഡാം ആണോ, നഗോയ ആണോ, ബേസൽ ആണോ അറിയണം. ഏതാണ് എന്ന് നിങ്ങളൊന്ന് പറയാമോ? ഓക്കെ, അതിൽ ആദ്യം നമ്മുടെ ആൻസർ എന്താണ്? ഹെൽസിംഗി കൺവെൻഷൻ എന്നാണ്. നമുക്ക് നോക്കാം. ബാൾട്ടിക് കടൽ, ഇത് കാണാതെ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അവിടെ ഓർക്കേണ്ടത് എന്താണ്? ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ഏത്? ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഹെൽസിംഗി കൺവെൻഷൻ എന്ന് പറയണം. അതുപോലെ അതിന് താഴെ കോപ്പൻഹേഗൻ ഉടമ്പടി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ ഊഷ്മാവിന്റെ വർധനവ് കുറച്ച് ആഗോളതാപനത്തെ തടയണം. അന്തരീക്ഷ ഊഷ്മാവിന്റെ വർധനവ് കുറച്ച് ആഗോളതാപനത്തെ തടയണം. അതുപോലെ ഹരിതഗൃഹവാതക ബഹിർഗമനം കുറയ്ക്കുക എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നൊരു ഉടമ്പടിയാണ് കോപ്പൻഹേഗൻ ഉടമ്പടി 2009. അപ്പൊ ഹെൽസിംഗിയുടെ കാര്യം ഓർമ്മിക്കണം. ബാൾട്ടിക് കടലിലെ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണം, ബാൾട്ടിക് കടൽ എന്നോർത്താൽ മതി. അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. എന്താണ്? ഹെൽസിംഗി കൺവെൻഷൻ. ഹെൽസിംഗി കൺവെൻഷൻ എന്ന് ഓർമ്മിച്ചു. ഓക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് വംശനാശം സംഭവിച്ചവനെ ഐറിഷ് ഡിയർ എന്ന്, ഗുരുതരമായി വംശനാശം ഭീഷണി നേരിടുന്നവയെ എന്തെന്ന് ഏത് ജീവിയാണ് പറയുന്നത്? എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ ജീവി വർഗങ്ങളെല്ലാം തരംതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആരാണ്, എന്തിനാണെന്ന് നമുക്ക് നോക്കാം. IUCN കുറിച്ച് നമുക്കറിയാം. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അവരാണ് റെഡ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, റെഡ് ലിസ്റ്റിന്റെ കാറ്റഗറീസ് തയ്യാറാക്കുന്നത്. അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയായ IUCN വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണാർത്ഥം അവയെ 9 വിഭാഗങ്ങളായി തിരിച്ചു. നിങ്ങൾ ഒന്നുകൂടെ പറയൂ, അതിന് എത്ര വിഭാഗമാണ്? 9 വിഭാഗങ്ങളായി തിരിച്ചു. ഇതിനൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 9 വിഭാഗം. അതെങ്ങനെ നമുക്ക് നോക്കാം. ആ 9 വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊന്ന് വംശനാശം സംഭവിച്ചവ എന്നുണ്ട്. അതിനെ എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയാം നമുക്ക്. എക്സ്റ്റിങ്ക്റ്റ്. 2 കാട്ടിൽ വംശനാശം സംഭവിച്ചവ എന്ന് ചോദിച്ചാൽ എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദി വൈൽഡ് എന്ന് പറയാം. എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ് എന്ന് പറയാം. 3 ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് ചോദിച്ചാൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയും. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. 4 വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് ചോദിച്ചാൽ എൻഡേഞ്ചേർഡ് എന്ന് പറയാം. എൻഡേഞ്ചേർഡ്. അതുപോലെ ഭീഷണി നേരിടുന്നവ എന്ന് ചോദിച്ചാൽ നിയർ ത്രെട്ടൻഡ് എന്ന് പറയുന്നു. നിയർ ത്രെട്ടൻഡ് എന്ന് പറയുന്നു ഭീഷണി നേരിടുന്നവ. ദുർബലമായ ജീവി വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ വൾണറബിൾ സ്പീഷീസ് എന്ന് പറയുന്നു. വൾണറബിൾ സ്പീഷീസ്. കുറഞ്ഞ ഉത്കണ്ഠയുള്ളവ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൺസേൺ എന്ന് പറയും. ലീസ്റ്റ് കൺസേൺ. ലീസ്റ്റ് കൺസേൺ.
ഡേറ്റ അപര്യാപ്തത എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയും DD. അതുപോലെ നോട്ട് ഇവാലുവേറ്റഡ് എന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയം ചെയ്യപ്പെടാത്തതാണ് നോട്ട് ഇവാലുവേറ്റഡ്. അങ്ങനെ 9 തരത്തിലാണ് ഈ ജീവികളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 9 തരത്തിൽ ജീവികളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, IUCN റെഡ് ലിസ്റ്റ് കാറ്റഗറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ജീവികളെ 9 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 9 തരമുള്ളവ ഇതാ കിടക്കുന്നു. അതിനെ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം, വ്യക്തമായിട്ട് ആ മാർക്ക് നേടാം. നോക്കൂ, ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ ഞാൻ ഉറപ്പ് തരുന്നു ഇതിൽ നിന്നൊരു മാർക്ക് നമുക്ക് കിട്ടും. ആദ്യം എക്സ്റ്റിങ്ക്റ്റ് നമുക്ക് നോക്കാം. അതിന്റെ മലയാളമാണ് വംശനാശം സംഭവിച്ചവ. ഒരു ടാക്സോണമിയിലെ അവസാനത്തെ ജീവി മൺമറഞ്ഞു എന്ന് സംശയലേശമന്യെ രേഖപ്പെടുത്തുമ്പോഴാണ് അതിനെ വംശനാശം സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാക്സോണമിയിലെ അവസാനത്തെ ജീവി മൺമറഞ്ഞു, ഇനി ഒരിക്കലും അത് കിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു ജീവി വസിക്കുന്ന സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നോക്കി കണ്ടില്ല, ആ ജീവിയെ കണ്ടെത്തിയാക്കിയാൽ അത് കരുതുന്ന സ്ഥലത്ത് നോക്കി കണ്ടില്ല, അതിന്റെ ആവാസ വ്യവസ്ഥകളെയും ആ ജീവിയെ രേഖപ്പെടുത്താൻ കഴിയാത്തപ്പോഴാണ് അവയെ വംശനാശം സംഭവിച്ചതായി പറയപ്പെടുന്നത്. അപ്പോൾ ആ ജീവി കാണപ്പെടും എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ എല്ലാം നോക്കിയിട്ട് അവനെ കാണുന്നില്ല, അത് വസിക്കുന്ന ഒരു സ്ഥലത്തും അതിലില്ല, അവന്റെ അവസാന ജീവി മൺമറഞ്ഞു എന്ന് ഉറപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എക്സ്റ്റിങ്ക്റ്റ് എന്ന വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഉദാഹരണമാണ് പാസഞ്ചർ പിജിയും, പാസഞ്ചർ പ്രാവ്, ഡോഡോ പക്ഷിയും ഐറിഷ് ഡീറും ഒക്കെ എക്സ്റ്റിങ്ക്റ്റ് വിഭാഗത്തിലാണ്, മൺമറഞ്ഞു പോയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേതിലേക്ക് വരുന്നു. രണ്ടാമത് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദി വൈൽഡ് എന്ന് പറയുന്നു. കാട്ടിൽ വംശനാശം സംഭവിച്ചവ. കാട്ടിൽ വംശനാശം സംഭവിച്ചവ, അതായത് ഇത് കാട്ടാണ് ഇതിന്റെ ആവാസ കേന്ദ്രം, പക്ഷേ ഇതിന് കാട്ടിൽ വംശനാശം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇത് കൃഷിയിടങ്ങളിലോ ബന്ധനത്തിലോ, കൃഷിയിടങ്ങളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്, ആരുടെയെങ്കിലും ബന്ധനത്തിൽ പെടാറുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ അല്ലാത്ത ഇടങ്ങളിൽ കാണപ്പെടുകയോ ചെയ്താൽ അതിനെന്ത് സംഭവിച്ചു? കാട്ടിൽ വംശനാശം സംഭവിച്ച ജീവിയാണ്. അപ്പൊ അതിനെ യെല്ലോ ഫാറ്റ് എന്ന ജീവിയും ബാൻഡഡ് അലോട്ടോക്ക എന്ന ജീവിയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് എന്നറിയണം. അതുപോലെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, മലയാളം ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് ചോദിച്ചാൽ ജനസംഖ്യയിലെ കുറവ് എന്ന് പറഞ്ഞാൽ ഇതിന് ജനസംഖ്യയിൽ കുറവാണ്. ലക്ഷണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 90% കുറവാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം എടുക്കുമ്പോൾ ഇതിന്റെ അളവ് 90% കുറവ്. ജനസംഖ്യയിലെ എണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ ജീവികളുടെ എണ്ണം 50-ൽ താഴെയുമാണ്. അപ്പൊ ജനസംഖ്യയിലെ കുറവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 90% കുറവ്, ജനസംഖ്യയിലെ എണ്ണം 50-ൽ താഴെ, പൂർണ്ണ വളർച്ചയെത്തിയത് 50-ൽ താഴെ. അതുപോലെ 10 വർഷത്തിനുള്ളിൽ 50% വനങ്ങളിൽ വംശനാശം സംഭവിക്കാനുള്ള സാധ്യത കാണിക്കുന്നവയാണ്. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ വനങ്ങളിൽ 50% എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വംശനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ജീവിയെ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെടുത്താം. ഉദാഹരണമാണ് പിഗ്മി ഹോഗ്, ചമ്പൽ തടാകത്തിലെ ഗരിയൽ ഒക്കെ അവിടെ വരുന്നു. പിഗ്മി ഹോഗ്, ചമ്പൽ തടാകത്തിലെ ചീങ്കണ്ണി, ഗരിയൽ എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി. അപ്പൊ മറക്കരുത്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ജനസംഖ്യയിലെ കുറവ്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 90% കുറവാണ്. അപ്പൊ ഇതിന്റെ പൂർണ്ണ വളർച്ചയെത്തിയ എണ്ണം വെറും 50-ൽ താഴെ മാത്രമാണ്. അതുപോലെ തന്നെ 10 വർഷം കഴിയുമ്പോൾ 50% കൂടെ കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ജീവികളെയാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് ഉദാഹരണമാണ് പിഗ്മി ഹോഗ്, ചമ്പൽ തടാകത്തിലെ ഗരിയൽ എന്നിവ ജീവികളൊക്കെ പറയുന്നു. ഇനി വെറും എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന് ചോദിച്ചാൽ ജനസംഖ്യയിലെ കുറവ് എങ്ങനെയാണ്? കഴിഞ്ഞ 10 വർഷത്തിന്റെ 70% കുറവാണ്. നേരത്തെ 90% ആണെങ്കിൽ ഇപ്പോൾ 70%. ജനസംഖ്യ എണ്ണത്തിന്റെ പൂർണ്ണ വളർച്ച പ്രാപിച്ചവരുടെ എണ്ണം നേരത്തെ 50 ആയിരുന്നു, ഇപ്പോൾ 250-ൽ താഴെ. ഇനി 20 വർഷത്തിനുള്ളിൽ 20% വനത്തിൽ വംശനാശം സംഭവിക്കാനുള്ള സാധ്യത കാണിക്കുന്നു. അപ്പൊ ഇനി 20 വർഷം കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യാം? വനത്തില് ഒരു 20% കൂടെ എന്ത് ചെയ്യാം? വംശനാശം സംഭവിക്കാനുള്ള സാധ്യത കാണിക്കുന്നവയാണ് എന്നറിയണം. അതുപോലെ ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള ജീവിവർഗം വംശനാശ ഭീഷണി നേരിടുന്നവയാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ കണക്കാണെങ്കിൽ ഇതിൽ ടുലോട്ടോമ, ലിപ്റ്റിസ്റ്റോണ, റൂഡിയേക്ക ഈ വിഭാഗത്തിൽ വരുന്ന ജീവിവർഗങ്ങളാണ്. ഇനി വൾണറബിൾ സ്പീഷീസ് അല്ലെങ്കിൽ ദുർബലമായ ജീവിവർഗങ്ങൾ എന്ന് പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജനസംഖ്യയിൽ 50% കുറവ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജനസംഖ്യയിലെ 50% കുറവ്. പൂർണ്ണ വളർച്ച പ്രാപിച്ചവരുടെ ജനസംഖ്യ 10,000-ൽ താഴെ. പൂർണ്ണ വളർച്ച പ്രപ്രാപിച്ചവരുടെ ജനസംഖ്യ എത്രയാണ്? 10,000-ൽ താഴെ. ഇനി വനങ്ങളിൽ വംശനാശം സംഭവിക്കാനുള്ള സാധ്യത 100 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 10%. അപ്പോൾ ഇതിനെ ദുർബലമായി വെച്ചാൽ വളരെ സാധ്യത കുറവാണ്, അങ്ങനെ വംശനാശമൊന്നും പെട്ടെന്ന് സംഭവിക്കില്ല. ഇപ്പോൾ 50% കുറവ് വന്നിട്ടുണ്ട്. ഇനിയൊരു പൂർണ്ണ വളർച്ചയെത്തിയത് 10,000 ഉണ്ട്. ഇനി വനങ്ങളിൽ വംശനാശം സംഭവിക്കാനുള്ള സാധ്യത 100 വർഷം കഴിയുമ്പോൾ 10% കുറയാൻ സാധ്യതയുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം വരുന്ന ജീവികളാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഡ്രാഗൺസ്, ബ്ലാക്ക് ട്രീ എന്നൊരു ഇതുണ്ട്, വൃക്ഷം, ടാക്കിൻ തുടങ്ങിയവയ്ക്ക് ഇതിന് ഉദാഹരണമാണ്. ഇനി നിയർ ത്രെട്ടൻഡ്, ഭീഷണി നേരിടാൻ ഇടയുള്ളവ.
ഇത് മറ്റുള്ള വിഭാഗത്തിൽ പെടാത്തതാണ്. ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടാത്തവയാണ്, അല്ലെങ്കിൽ നേരിടുന്നവയല്ല. ഇത് വംശനാശ ഭീഷണി നേരിടുന്നവയല്ല. ദുർബലമായ ജീവിവർഗങ്ങൾ എന്നീ വിഭാഗങ്ങളിലേക്കുള്ള യോഗ്യതാ മാനദണ്ഡം നേടുന്നില്ലെങ്കിലും ഭാവിയിൽ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളവയാണ്. ഇത് ഷോർട്ട് ഇയേർഡ് ഡോഗ് എന്ന ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ ഗുരുതരമായ ഭീഷണി നേരിടുന്നവയല്ല, വംശനാശ ഭീഷണി നേരിടുന്നവയല്ല, ദുർബലമായ ജീവിവർഗങ്ങളല്ല. ഇവയൊന്നും, ഈ മാനദണ്ഡങ്ങളൊന്നും ഇല്ല എങ്കിലും ഭാവിയിൽ നേരിടാൻ സാധ്യതയുണ്ട്. അതിന് ഉദാഹരണമാണ് ഷോർട്ട് ഇയേർഡ് ഡോഗ് എന്നറിയപ്പെടുന്നത്. ഷോർട്ട് ഇയേർഡ് ഡോഗ്. ഇനി ഡേറ്റ ഡെഫിഷ്യൻറ്റ്, ഡേറ്റ അപര്യാപ്തത. ഒരു ടാക്സോണമി ലഭ്യതയെ പറ്റി വിലയിരുത്താൻ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാതെ വരുന്നവയാണ് ഡേറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാക്സോണമിയിലെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല, അതാണ് ഡേറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല നോട്ട് ഇവാലുവേറ്റഡ് എന്നാണ്. നോട്ട് ഇവാലുവേറ്റഡ്. ഓക്കെ, ഇനി അവസാനത്തത് നോട്ട് ഇവാലുവേറ്റഡ്, അതായത് മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിലയിരുത്താൻ സാധിക്കാത്തവയാണ് ഏതിൽ വരുന്നത്? നോട്ട് ഇവാലുവേറ്റഡിൽ വരുന്നത്. ഓക്കെ അല്ലേ? നോട്ട് ഇവാലുവേറ്റഡ്. അപ്പൊ ഇത്രയും വിഭാഗങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. അപ്പൊ അതിൽ ഏതാ വരുന്നത്? വംശനാശം സംഭവിച്ചതിൽ ഐറിഷ് ഡീറും ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവയിൽ ഏതും വരുന്നുണ്ടോ ചോദിച്ചു നോക്കൂ. ഗുരുതരമായി, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഇതിനകത്ത് ഏത് ചോദിച്ചാൽ അത് പിഗ്മി ഹോഗാണ് ആൻസർ. ബാക്കിയെല്ലാം എൻഡേഞ്ചേർഡ് ആണ്, അല്ലേ? നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ ഇത് പിഗ്മി ഹോഗാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. അതിൽ പറമ്പിക്കുളം വരുന്നുണ്ട്, ചിന്നാർ വരുന്നുണ്ട്, പെരിയാറ്, ചെന്തുരുണി. ഏതാണ് റെഡ് ഡേറ്റ ബുക്ക്? സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് പറമ്പിക്കുളം തന്നെയാണ് ആൻസർ എന്ന് പറയാം. പറമ്പിക്കുളം, പാലക്കാട്. പറമ്പിക്കുളം, പാലക്കാട്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്, പാലക്കാട്. ക്ലിയർ ആണ്? അടുത്ത നിങ്ങൾ നോക്കൂ, ഇവിടെ മറ്റുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കിയിട്ട് വരാം, അല്ലെ? മറ്റുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ചിന്നാറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ചിന്നാറിന്റെ എന്താണ് പ്രത്യേകത? ഇടുക്കിയിലാണ്. ചിന്നാറ് മഴനിഴൽ പ്രദേശം എന്ന് പറയാം കേരളത്തിന്റെ, അല്ലെ? അതുപോലെ തന്നെ ഇത് ഏത് വർഷമാണ്? 1984 അറിയുക. പറമ്പിക്കുളമാണെങ്കിൽ 1973 നിലവിൽ വന്നത്. ചിന്നാറിന്റെ മറ്റുള്ള പ്രത്യേകത ചാമ്പൽ മലയെണ്ണാൻ കാണപ്പെടുന്നു, അതുപോലെ നക്ഷത്ര ആമ കാണപ്പെടുന്നു, അതുപോലെ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നു, യൂറോപ്യൻ നീർനായെ കാണപ്പെടുന്നു, വെള്ള കാട്ടുപോത്ത്. ഇതൊക്കെ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണെന്ന് അറിയണം. അതുപോലെ പെരിയാറിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിന്റെ ആദ്യത്തെ ടൈഗർ റിസർവാണ് പെരിയാർ. 1950 ഇത് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ ഇതിന്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം. ഏറ്റവും വലുതും പെരിയാർ തന്നെയാണ്. എന്നാൽ ചെന്തുരുണി, ഇത് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ചെന്തുരുണിയാണ്. തുമ്പികളുടെ കണക്കെടുപ്പ് നടത്തിയ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. 1984 ചെന്തുരുണി വന്നത്. കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി എന്നറിയണം. ഇനി ഇതിനകത്തുള്ള 2 ടൈഗർ റിസർവുകൾ ഏതൊക്കെ വെച്ചാൽ അത് പറമ്പിക്കുളവും പെരിയാറും ആണെന്നറിയണം. പറമ്പിക്കുളത്തിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ അത് ഏത് വർഷമാണ്? 2010. പെരിയാറിനെ ടൈഗർ റിസർവ് ആക്കിയത് ഏത് വർഷമാണ്? 1978 ആണെന്നറിയണം. അപ്പൊ ഇത്രയുമാണ് നമ്മളൊരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അറിയേണ്ടത്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ടെന്ന് അറിയണം. ക്ലിയർ ആണ്? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറും അവസാനത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ, മലപ്പുറം. കരിമ്പുഴയുടെ മറ്റൊരു പേര് ന്യൂ അമരമ്പലം എന്നറിയണം. ന്യൂ അമരമ്പലം. അതുപോലെ പന്നിമൂക്കൻ തവളകൾക്ക് പ്രശസ്തമായതും എവിടെയാണ്? കരിമ്പുഴ ആണെന്നറിയണം. സെറ്റായിട്ട് പഠിച്ചോളൂ, സെറ്റായിട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആണ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അവിടെ ആദ്യത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തു. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം 39 ആണ്.
3. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. നമ്മൾ നോക്കാം, പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ്. ഇതിനെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എവിടെ വെച്ച് നടന്ന മീറ്റിംഗ് എന്ന് ചോദിച്ചാൽ റഷ്യയിൽ വെച്ച് നടന്ന മീറ്റിംഗ് ആണെന്ന് അറിയണം. ഇനി പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അതിനകത്ത് 39 കേന്ദ്രങ്ങൾ തന്നെയാണ്, ശരി തന്നെയാണ്. അതിൽ കേരളത്തിൽ 20 എണ്ണമാണ്, അതും ശരി തന്നെയാണ്. മൂന്നാമത്തത് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. നമുക്കറിയാം പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനായിട്ട് വന്ന ആദ്യത്തെ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാനാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നത്. ഇനി കസ്തൂരി രംഗൻ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കാൻ വന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. അതിൽ കേരള സർക്കാർ നിയോഗിച്ചത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഗാഡ്ഗിൽ എന്ന് വരില്ല, പകരം ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയാണ്. അപ്പോൾ നമുക്ക് 1ഉം 2ഉം ശരി എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. 1ഉം 2ഉം ശരി എന്നൊരു ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ക്ലിയർ ആണ്. പശ്ചിമഘട്ടം ആദ്യത്തെ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി, 2010. ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി, അത് 2012. 2013 ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി വരുന്നത്. അത് കേരള സർക്കാർ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് വന്നത്. ഓക്കെ ആണോ? അപ്പൊ പശ്ചിമഘട്ട സമിതികൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിച്ചോളുക. സെറ്റായിട്ട് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലവണ്ണം പഠിച്ചോളുക. ഓക്കെ ആണോ? അപ്പൊ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ താങ്ക് യു.